ഹല്ലേലൂയ. സ്തോത്രം. ഇനി അടുത്തൊരു വചന സന്ദേശവുമായി എല്ലാ സഹോദരങ്ങളോട് ഒരുമിച്ച് ഒരിക്കൽ കൂടി ഇരിക്കുവാനായിട്ട് നമ്മുടെ ദൈവം ഒരു അവസരം കൂടി തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും യേശുവിന് കൊടുക്കുന്നു. അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നൊരു കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ചില ആയുധങ്ങൾ, നമ്മൾ പരിശുദ്ധാത്മാവിന് ഇണങ്ങുന്ന ആയുധങ്ങളായിട്ട് തീരുക. പരിശുദ്ധാത്മാവ് ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുണ്ട്, ആദിയിൽ ആ പരിശുദ്ധാത്മാവ് ആഴത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാഴും ശൂന്യവുമായിരുന്ന ഈ പാഴായ ഭൂമിക്ക് മുകളിൽ ആ ഒരു കോഴി അടയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിക്ക് മുകളിൽ ഒരു പൊരുന്നിരിക്കുന്ന പോലെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ അന്ന് എത്രയോ നാളുകൾ, എനിക്കറിയില്ല അതിൻ്റെ കണക്കുകളൊന്നും, എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് ഭൂമി ഇങ്ങനെ ആ ഭൂമിക്കടിയിൽ എന്തൊക്കെ ഉണ്ടാകണമോ അതുപോലെ ഇന്ന് വരെയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത വൈരങ്ങളും വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ ഇനിയും ഉണ്ട്. സ്തോത്രം. അതിൻ്റെ ഏതാണ്ടൊക്കെ ഒരു അംശം മാത്രമേ നമ്മുടെ കയ്യിൽ മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനിയുണ്ട് ഭൂമിക്കടിയിലും കടലിലും ഒക്കെ ഇട്ട് അനേക കോടിക്കണക്കിന് മൂല്യങ്ങളുള്ള വാല്യുള്ള വസ്തുക്കൾ ഇനിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട് എൻ്റെ മനസ്സിൽ. പരിശുദ്ധാത്മാവ്, ഞാൻ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴത്തേന് നമ്മളൊരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഞാൻ പ്രിയ ദൈവ സഹോദരങ്ങളുമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെയാണ്, അതായത് പരിശുദ്ധാത്മാവ് ഒരാളെ ഉപയോഗിക്കണമെന്ന് തോന്നിയാൽ അത് എങ്ങനത്തെ ഒരാളാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ ആൾ മാറി. സ്തോത്രം. അതുപോലെ ഉപയോഗിക്കാം നമ്മുടെ എന്ത് കാര്യത്തിനും. യേശു പോയപ്പോൾ പറഞ്ഞൊരു കാര്യമോ ഒലിവുമലയിൽ നിൽക്കുമ്പോഴത്തേന്, അത് ഞാൻ പോകേണ്ടത് ആവശ്യം. എന്തുകൊണ്ടാണ്? അവൻ വരുന്നു. ആ പരിശുദ്ധാത്മാവ് വന്ന് ഈ ലോകത്തിലെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ പോകണം. യേശു പറഞ്ഞതാണ്. അപ്പോൾ അതും സത്യം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ അതൊന്നും പറഞ്ഞാൽ ഞാൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു വന്നുകൊണ്ടിരിക്കുന്ന സമയമോ അതിൻ്റെ സമയം ഏകദേശം അടുത്ത് ഇനി അടുത്ത ഒരു 3000 എന്ന് പറഞ്ഞൊരു അതിലോട്ട് നമ്മളൊന്നും കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ഈ 2050 കൂടിയൊക്കെ തന്നെ ഒലിവുമല അത് പിളർന്ന് യേശു കർത്താവ് ഇവിടെ വരും. ഇവിടുത്തെ പ്രയാസങ്ങൾ നമ്മളെ ഒരു രാജ്യത്തോട്ട് വെളിപാടിൽ പറയുന്ന പോലെ ആ ഒരു പുതിയ യെരുശലേമിലോട്ട് നമ്മൾ പോകും. ഇപ്പോൾ ഒരു ട്രംപറ്റ് കേട്ട്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപറ്റ് എന്ന് പറഞ്ഞ ട്രംപറ്റ് വന്ന് യെരുശലേം പണിയലൊന്നുമല്ല. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു ട്രംപ് വരും. ആ യഥാർത്ഥ കാഹള ശബ്ദം അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാര്യം അതിൻ്റെ പുറകെ യേശു അത് വരും. അത് കേൾക്കുന്ന ഒരു കൂട്ടത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ആ 2 മണി ആ കാഹള ശബ്ദം നമ്മളത് കേൾക്കും. നമ്മളത് കർത്താവിനെ വെച്ചാൽ നമുക്കത് കാണാം. നമ്മളതിനു വേണ്ടി ശ്രദ്ധയോടെ ഇരിക്കുക. മറ്റൊരുപാട് ശബ്ദങ്ങൾ അത് നമ്മുടെ ചെവി അടച്ച് കഴിയുമ്പോഴത്തേന് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അത് നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഒരു സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ നല്ല ഇണങ്ങുന്ന ആളുകളായിട്ട് നമുക്കിരിക്കാം, ആയുധങ്ങളായിട്ട്. പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിച്ചാൽ അവന് ഒരാൾക്കും ഒരു ലിമിറ്റേഷനില്ല. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒരാൾ ഒരു കണ്ണില്ലാത്തവനോ കൈയില്ലാത്തവനോ കാലില്ലാത്തവനോ അങ്ങനെയൊന്നല്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണെങ്കിൽ അവന് കിട്ടാവുന്ന കാര്യം, ഈ ലോകത്ത് ഒരു തിയറിക്കും കണക്കൂട്ടാൻ പറ്റാത്ത ആ കാര്യങ്ങൾ അവനിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തു കൊടുക്കും. യേശു പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും ആ കാര്യത്തിനോട് ചോദിച്ചു, അവനെല്ലാം ചെയ്തു തരും, നിവൃത്തിയാക്കി തരും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലായ ഇപ്പോഴും ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ്
യേശുവിൻ്റെ കാലത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു പത്രോസിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഒരു കുഞ്ഞി കോഴിയെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ പത്രോസിനും യേശുവിനും കൂടെ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പണം എടുക്കാനായിട്ട് ഒരു മീനെ പിടിക്കാനായിട്ട്, അപ്പോൾ അവിടെ ഒരു മീനെ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു വെറും കഴുതയെ യേശു ഉപയോഗിച്ചു യെരുശലേം ദേവാലയത്തിലിട്ട് പോകാനായിട്ട്. നമ്മൾ ഓർക്കും കഴുതയെന്ന്, പക്ഷേ ഒരു വെറും കഴുതയെന്ന്. ഇവിടെ ആൾക്കാർ ഇപ്പോഴും ഇന്ന് പിശാച് പറഞ്ഞിരിക്കുന്ന കഴുത എന്ന് പറയുന്നത് ഒരു രാജകീയ വാഹനമാണ് അന്നത്തെ കാലത്ത്, യേശുവിൻ്റെ കാലത്തൊക്കെ. എന്നുവെച്ചാൽ വിജയാളികളായിട്ട് വരുന്ന രാജാക്കന്മാർ അന്ന് കഴുതപ്പുറത്താണ് വന്നുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഒരു ജയാളിയുടെ ഒരു ചിഹ്നമായിരുന്നു അന്ന് കഴുത. അങ്ങനെയെങ്കിൽ യേശു എന്ന് ഈ കഴുതക്കുട്ടിയെ ഉപയോഗിച്ചു, അന്ന് മുതൽ പിശാച് അത് വേറൊരു രീതിയിലാക്കി അതിനെ. എന്നുവെച്ചാൽ യേശു യെരുശലേം ദേവാലയത്തിലോട്ട് പോകാനായിട്ട് ആ കഴുതയെ ഉപയോഗിച്ചു. അപ്പോൾ അവിടെ യേശു പറഞ്ഞത് എന്താ, ആരാനും വല്ലതും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞ പോലെ എന്നെപ്പോലെയുള്ളൊരു കഴുതയെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നതാണ് ഇതിലൂടെ ഇങ്ങനെ ചില കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ടിങ്ങനെ വന്നിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ആയുധങ്ങളായിട്ട് നമുക്ക് തീരാം. നമ്മുടെ മുഴുവൻ കാര്യത്തിനും ഇത് എല്ലാം തീർത്ത് തരുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയുന്നു. പരിശുദ്ധാത്മാവ് അത് തക്ക സമയത്ത് അത് ആ പിതാവാൻ ദൈവത്തോട് പറയും. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പറയുന്ന കാര്യങ്ങൾക്ക് സഡൻ വിടുതല, അതിന് മറുപടി ഉറപ്പാണ്, അതിലൊരു വ്യത്യാസമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് അതുപോലെ നമ്മളോട് വചനം പറയുന്നുള്ളൂ, യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചു കൊള്ളുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് അറിയിക്കാം. പരിശുദ്ധാത്മാവ് അത് സ്വർഗത്തിലേക്ക് കൊടുക്കും. നമുക്ക് വേറൊരു കണക്ഷനും വേണ്ട. യേശു, പരിശുദ്ധാത്മാവ്, പിതാവാൻ ദൈവം, ഇത് മതി. ഇതിൻ്റെ ഇടയിൽ വേറെ മീഡിയേറ്റർമാരും ഇല്ല, ഇത് മാത്രം മതി. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാളെ, ഒരു സാധനത്തിനെ പരിശുദ്ധാത്മാവ് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള ഒരു ചെറുതും ഒരു വലുതുമായ ഒരു കാര്യം പറയാൻ മാത്രമാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് ഷെയർ ചെയ്യാം. എനിക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ഒത്തിരി, ഒന്ന് രണ്ട് ഇതുകൊണ്ടൊന്നും തീരില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണ്. അപ്പോൾ അതായത് ഏറ്റവും വലിയ ലോകത്തിലെ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജീവിയെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ചെറിയൊരു ജീവിയെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരാളെ കിട്ടിയാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഹിതത്തിനനുസരിച്ച് ഉപയോഗിക്കും. അതാ ദൈവരാജ്യത്തിന് എങ്ങനെയാണ് ആവശ്യം അതുപോലെ ആ പരിശുദ്ധൻ നമ്മളെ ഉപയോഗിക്കും. നമ്മൾ നിന്ന് കൊടുത്താൽ മതി. പരിശുദ്ധാത്മാവ് ശക്തി എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞിട്ട് നമ്മൾ ലോകത്തിൻ്റെ അറ്റത്തോളം നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി തീരാനുള്ളവരാണ് നമ്മളെല്ലാവരും. അതിനു വേണ്ടിയുള്ളവരാണ്. അതാണ് ആക്ട്സ് 1:8. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കേണ്ടവരല്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല, അൺലിമിറ്റഡാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, ബ്ലെസ്സിങ്സും, നമ്മുടെ ആത്മീകം, ഭൗതികമായ എല്ലാ നിറവുകളും നമ്മൾ നിറയപ്പെടാനുള്ളവരാണ്. ഇതെല്ലാം നമുക്ക് വന്ന് ചേരും. അപ്പോൾ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുക. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. അതാ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ജീവിയും ഏറ്റവും ചെറിയൊരു ജീവിയും പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് എങ്ങനെയാണ് അത് ഞാൻ പറയുന്നത്. അതായത് യേശു ഭൂമിയിൽ വന്നപ്പോൾ ഒരൊറ്റ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ 10 വർഷമായിട്ട് കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുന്നൊരു പൊട്ടനാണ്. അപ്പോൾ ഞാൻ അന്നത്തെ പഴയ ഓർമ്മയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ യേശു അങ്ങനെ ഒരു പ്രവാചകനെക്കുറിച്ച് മാത്രമേ ഭൂമിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ പ്രവാചകനാണ് യോന പ്രവാചകൻ. അപ്പോൾ ആ യേശു നമ്മൾ ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്ന് പറഞ്ഞ ഒരേ ഒരു പ്രവാചകൻ യോന. ആ യോന എന്ന് പറഞ്ഞ പ്രവാചകനെ എഴുന്നേൽപ്പിക്കാനായിട്ട് അതുപോലെ ഉപയോഗിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ പിതാവാം ദൈവം ഉപയോഗിച്ചത് ഈ ഒരു
ഏറ്റവും വലിയൊരു ജീവി അന്ന് ഭൂമിയിലാണ്, അന്നും ഇന്നും ഭൂമിയിലുള്ളതിലും വെച്ച് ഏറ്റവും വലിയൊരു ജീവിയാണ്. നമുക്കറിയാം ഒരു നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ. അതുപോലെ അതാ എന്താ പറയുക, നമ്മൾ ആ നിനിവേയിലേക്ക് പോകാൻ പറഞ്ഞ ആ പ്രവാചകൻ ദൈവത്തോട് മറുതലിച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് യാത്രയായി തർസോസിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ആ കപ്പലിന് ഇടയ്ക്ക് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അവരുടെ അന്നത്തെ രീതി അനുസരിച്ച് അവർ ചീട്ടിട്ട് നോക്കിയപ്പോൾ ഈ പ്രവാചകനാണ് കുഴപ്പമായിട്ട് കണ്ടത്. അപ്പോൾ അങ്ങനെ യോന പ്രവാചകനെ എടുത്ത് അവർ തന്നെ യോന തന്നെ പറഞ്ഞ പ്രകാരം എടുത്ത് കടലിലോട്ട് എടുത്തിട്ട്, അപ്പോൾ അവിടെ ദൈവം സൃഷ്ടിച്ച് നേരത്തെ ഇത് പ്രീ പ്ലാൻഡാണ്. പിതാവാം ദൈവത്തിൻ്റെ ഇത് ജൈജാൻറ്റിക് പ്രൊജക്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്ന കാര്യമാണ്, ഇവനിതുപോലെ വരും. പക്ഷെ അവനെടുത്ത് ആ വെള്ളത്തിൽ കടലിലോട്ട് കളഞ്ഞപ്പോഴത്തേന് ആ യോന പ്രവാചകനെ വിഴുങ്ങാൻ ഏറ്റവും വലിയൊരു ജീവിയെ ആ ബ്ലൂ വെയിലിനെ ഉപയോഗിച്ചു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ നീലത്തിമിംഗലം ഈ പ്രവാചകനെ വിഴുങ്ങി. അതാണ് യേശു അവിടെ പറയുന്നത്, യോന പ്രവാചകൻ 3 നാൾ മത്സ്യത്തിൻ്റെ വായിൽ ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുമെന്ന് പറഞ്ഞൊരു വചനം എവിടെയോ ഉണ്ട് പുതിയ നിയമത്തിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ആ തിമിംഗലം അതിനെ വിഴുങ്ങി നിനവയെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ടു, തുപ്പിയിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷിപ്പ് വരുന്നതിന് ദിവസങ്ങൾ പിടിക്കുമായിരിക്കും. പക്ഷേ ഈ നീലത്തിമിംഗലം അല്ലെങ്കിൽ ബ്ലൂ വെയിൽ അവിടെ വരാൻ എനിക്ക് തോന്നുന്നത് മിനിറ്റുകൾ പോലും ചിലപ്പോൾ എടുത്ത് കാണുള്ളൂ. എന്ന് വെച്ചാൽ നിനവേ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ ഇസ്രായേൽ ആ പരിസരത്തു നിന്ന് ആഫ്രിക്കയിലോട്ട് പോകാനായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആ അത്രയും കിലോമീറ്ററുകൾ ചെല്ലാനായിട്ട് നിസ്സാര നേരങ്ങൾ കൊണ്ട് അവിടെ ചെയ്ത് ഇത് ദൈവത്തിൻ്റെ ഒരു ജൈജാൻറ്റിക് പ്രൊജക്റ്റിൽപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ തിമിംഗലം അവനെ വിഴുങ്ങിയപ്പോഴത്തേന് ഒരു ആദ്യത്തെ സബ്മറൈൻ യാത്ര അവിടെ തുടങ്ങി. എന്നുവെച്ചാൽ അന്ന് അന്തർവാഹിനി കപ്പലുകളില്ല, ഈ കടലിന് മുകളിൽ പോകുന്ന കപ്പലുകളേ ഉള്ളൂ. പക്ഷേ ആ അന്തർവാഹിനി കപ്പൽ ആദ്യത്തെ സബ്മറൈൻ അന്ന് അവിടെ ഉണ്ടായി. ആ ബ്ലൂ വെയിലൂടെ അത് സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ സബ്മറൈൻ യാത്രക്കാരൻ നമ്മുടെ യോന പ്രവാചകനാണ്. യോന പ്രവാചകൻ നിനിവേയ്ക്ക് ചെന്നു നമ്മളവിടെ കാണുന്ന ആ രാജ്യത്തോട് പ്രവചിക്കണോ. പക്ഷെ അവൻ ദൈവഹിതത്തിന് എതിരായിട്ട് നിന്ന ആളാണ്. പക്ഷെ എന്നെങ്കിലും അവിടെ ചെന്നതുകൊണ്ട് പറയാനൊക്കെ ധരിച്ചിരുന്നു. പക്ഷേ പുള്ളി അവിടെ ചെന്നപ്പോഴത്തേന് എന്തോ ഒരു ആവണക്ക് നമ്മുടെ എല്ലാവരുടെയും ആ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോലെ ചെറിയൊരു ആവശ്യം വരുമ്പോഴത്തേനും നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി സുവിശേഷമൊക്കെ വിട്ട് മാറി നമ്മൾ ആ അപ്പോഴത്തെ കംഫർട്ട് സോണിൽ നമ്മൾ ഇരുന്ന് പോകും. നമ്മുടെ വന്ന വഴികളൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോഴത്തെ ആ സുഖ കാലാവസ്ഥയിൽ നമ്മളിരുന്ന് സുഖമായിട്ടിരിക്കും. അപ്പം നമ്മൾ ദൈവത്തെ മറക്കും, സുവിശേഷമൊക്കെ മറക്കും. അതുവരെ നമ്മളെല്ലാം സുവിശേഷമാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞിരിക്കുമെങ്കിലും നമ്മുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമ്പോഴത്തേക്കും നമ്മളിതൊക്കെ യേശുവിനെയൊക്കെ പറയും. നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ തന്ന ആ ദൈവം, ഭൂമിയിലേക്ക് വന്ന ദൈവം, സ്തോത്രം. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ മറന്ന് ഗോ ആൻഡ് സ്പെൽ, ആ ഗോസ്പെല്ലും നമ്മൾ മറന്ന് ബാക്കി. അതുപോലെ തന്നെ യോന പ്രവാചകനും അവിടെ ആ നിനിവേയിൽ ആ മരുഭൂമിയുടെ സൈഡിലൊന്ന് ഒരു തണൽ കിട്ടി. ആവണക്കെന്ന് പറഞ്ഞൊരു മരം അവിടെ ഉണ്ടായി. അതിൻ്റെ തണലത്ത് വന്നിട്ട് പുള്ളി സുഖമായ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ആ സുവിശേഷം ഒന്നും വേണ്ട. അതായത് ആ രാജ്യത്തോട് ആ ദൈവത്തിൻ്റെ പ്രവചനം അറിയിക്കാൻ പോകേണ്ടവനാണ്. അത് പറയാതെ അവിടെ ഇരുന്ന് ആ രാജ്യം നശിക്കുന്നത് കാണാമെന്ന് കരുതി അവൻ അവിടെ ഇരുന്നപ്പോഴത്തേന് അവിടെ ദൈവം ഉപയോഗിച്ചത് ഒരു കുഞ്ഞി പുഴുവിനെ അവിടെ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ആ കുഞ്ഞി പുഴു വന്നിട്ട് ആ ആവണക്ക് നമ്മളവിടെ വായിക്കുന്ന എനിക്കൊന്ന് യോന 4-ാമത്തെ അധ്യായത്തിലായിരിക്കും. ആ പുഴു വന്ന ആവണക്ക് കുത്തിക്കളഞ്ഞു. അപ്പോൾ ആ ആവണക്ക് കുത്തിക്കളഞ്ഞ് അത് ചിലപ്പോൾ നിമിഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ആവണക്ക് ഉണങ്ങിപ്പോയി. അപ്പോൾ ആ കംഫർട്ട് സോൺ പുള്ളിയുടെ മാറിപ്പോയി. എന്ന് വെച്ചാൽ ആ ആഫ്രിക്ക എന്ന് പറയുന്ന ആ മരുഭൂമി പ്രദേശത്ത് ഈ യോന എഴുന്നേക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആ കംഫർട്ട് സോണിൽ നിന്ന്, ഇരിപ്പിൽ നിന്ന് പുള്ളിക്ക് എഴുന്നേക്കേണ്ടി വന്നു. വെച്ചാൽ ഈ പുഴു വന്ന് കുത്തിക്കളഞ്ഞപ്പോൾ വെയിലടിച്ചപ്പോൾ പുള്ളിയുടെ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ വന്ന ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ആ സൂര്യനെ വെല്ലുന്ന ആ കണ്ണുകൾ വന്ന് കണ്ടപ്പോൾ അവൻ്റെ ആ ഉള്ളു പിടഞ്ഞതുപോലെ
യോന പ്രവാചകൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ്. അപ്പോൾ അവന് മനസ്സിലായി. അവിടെ അവനെ കംഫർട്ട് സോണിൽ നിന്ന് അവൻ എഴുന്നേറ്റപ്പോഴത്തേന് അവന് കാര്യം മനസ്സിലായി. ഞാൻ വന്നത് കാര്യം ഇതിനല്ല, ഞാൻ വന്നത് ദൈവത്തിൻ്റെ ആലോചന ആ രാജ്യത്തോട് അറിയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ അത് അറിയിക്കണമെന്നുള്ളൊരു ആ പരിശുദ്ധാത്മാവ് വീണ്ടും ആ ആലോചന കൊടുത്തു. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മളവിടെ കാണുന്നത് അവന് രാജ്യത്തോട് അത് പറഞ്ഞു, ദൈവാലോചന പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ആ രാജാവ് മൃഗങ്ങൾ ഉൾപ്പെടെ രട്ടെടുത്ത് അവിടെ ഇരുന്ന് ഉപവസിച്ച് അവർ പ്രാർത്ഥിച്ചു. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് ആ നിനവേലയ്ക്ക് മേൽ വന്നിരുന്ന ആ ശാപം അവിടെ ഒഴിഞ്ഞു മാറി. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവായി കിട്ടും. പ്രാർത്ഥന, ഉപവാസവും പുതിയ നിയമത്തിൽ ഒരു വചനം പറയുന്നുണ്ട് എവിടെയോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപവാസവും പ്രാർത്ഥന ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ. അപ്പോൾ അവിടെ അവരാ രാജ്യം മുഴുവൻ ജനങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നത് മൃഗങ്ങൾ ഉൾപ്പെടെ ആൾക്കാലികൾ ഉൾപ്പെടെ രട്ടെടുത്ത് ഉപവാസത്തിലായി എന്നുള്ളതാണ് അവിടെ പറയുന്നത്, വെള്ളം പോലും കുടിക്കാതെ. അപ്പോൾ അങ്ങനത്തെ ഒരു നിലയിലോട്ട് വന്ന് അത്രയും വലിയൊരു ദൈവത്തിൻ്റെ ഉഗ്രകോപം അവിടെ ഒഴിഞ്ഞു മാറി. അപ്പോൾ അതിനുവേണ്ടി ദൈവം ഈ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് എന്തിനാണ്? ഒരു ഏറ്റവും വലിയ ജീവി, ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജീവിയായിരുന്ന ബ്ലൂ വെയിലിനെ ഉപയോഗിച്ചു. അതുപോലെ ഏറ്റവും ചെറിയൊരു ജീവി ആ കുഞ്ഞിപ്പുഴുവിനെ ഉപയോഗിച്ച് ഈ യേശു ആ ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ദൈവം പോലും കൊണ്ട് വിളിച്ചു പറഞ്ഞ ആ പ്രവാചകനെ എഴുന്നേൽപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് ഈ രണ്ടുപേരെയാണ് ഉപയോഗിച്ചത്. ഈ ഒരു നീലത്തിമിംഗലം, ഒരു കുഞ്ഞിപ്പുഴു. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും വിശേഷതയേറിയവരാണ്. നമ്മൾ ചെറിയ ആൾക്കാരല്ല. നമുക്ക് വേണ്ടി ഒരു ദൈവം, ആ പിതാവാം ദൈവം അല്ലെങ്കിൽ ആ പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, മൂന്ന് പേരും ഒന്ന് തന്നെ. അപ്പോൾ ആ പുത്രനാം ദൈവം ഭൂമിയിലേക്ക് വന്നെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണ്, ഒരു യഹൂദന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ജാതികളായിരുന്ന നമുക്ക് വേണ്ടി ആ പുത്രനാം ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് അവസാന തുള്ളി രക്തം വരെ തന്നെങ്കിൽ ഈ 1000 കോടി ജനങ്ങൾക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ അല്ലെങ്കിൽ ആ കാൽവറി മലമുകളിൽ തെറിച്ച് വീണ രക്തത്തുള്ളികളിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അതിൽ നമ്മുടെ വിടുതലുണ്ട്. നമ്മുടെ ഈ സകല കാര്യങ്ങൾക്കുള്ള വിടുതൽ അതിനകത്ത് തന്നു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി. നമ്മളിത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടയൻ തങ്കു ബ്രദർ എപ്പോഴും പറയാറുണ്ട്, ഗോ ആൻഡ് സ്പെൽ, ഗോസ്പെലിൻ്റെ മീനിങ് അതാണ്. നമ്മൾ പോവുക, പറയുക. അപ്പോൾ അതാണ് ഞങ്ങളും നമ്മളും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോ ആൻഡ് സ്പെൽ, ഗോസ്പെൽ. ഈ പുതിയ നിയമം നമ്മൾ ആരും പറയാതെ എങ്ങനെ ഒരാൾ പോയില്ലെങ്കിൽ ആര് പറയും? അപ്പോൾ ഇത് ഇപ്പം എനിക്ക് പോകാനും പറ്റില്ല, പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ഇലക്ഷനിൽ എഴുതിയിരിക്കുന്നത് മാത്രം എനിക്ക് മതിലിൽ എഴുതുന്നത് പോലും എനിക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ കുഞ്ഞു ബൈബിള് ഞാൻ വായിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് എൻ്റെ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. 1 കൊരിന്ത്യർ 3:16 പറയുന്ന ആ ദൈവം ഇന്ന് നമ്മുടെ അകത്തായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ ഗാലക്സികൾ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭൂമിയിലെ മണൽത്തരിയുടെ കഴിഞ്ഞും കൂടുതൽ ഗാലക്സികളുണ്ട്. അപ്പോൾ ഈ ഗാലക്സി, നമ്മുടെ ഒരൊറ്റ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ നമ്മൾ ഈ സയൻസ് ഇത് എണ്ണി തീർത്തിട്ടില്ല. പക്ഷേ ഈ ഭൂമിയിലെ മണൽത്തരികളിലെ കഴിഞ്ഞും കൂടുതൽ ഗാലക്സി ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങൾ എത്ര അധികമുണ്ട്. അപ്പോൾ അത് ഈ മണൽത്തരികളെ കഴിഞ്ഞും കൂടുതൽ, അത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും അത് എണ്ണിത്തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്ര വലിയ ഒരു പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള 1 കൊരിന്ത്യർ 3:16 അതാ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം നമ്മളാണെങ്കിൽ ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് ഇനിയിപ്പോൾ യെരുശലേം ദേവാലയമോ വേളാങ്കണ്ണി പള്ളിയോ മലയാറ്റൂർ പള്ളിയോ അല്ല, നമ്മളാണ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ ആലയം. നമ്മൾ അത്ര പ്രിവിലേജ് ഉള്ളവരാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടവരാണ്. ഒരു യഹൂദനോ ഒരു ബ്രാഹ്മണനോ വേറെ ഒരു ജാതി ഒന്നുമല്ല. നമ്മളാണ് ഏറ്റവും വലിയ ആൾക്കാർ. യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളാണ് ഏറ്റവും വലിയവർ. നമ്മളെ കഴിഞ്ഞ് വലിയ ആൾക്കാർ ഈ ലോകത്തിൽ, ഈ ഭൂമിയിലോ ഈ പ്രപഞ്ചത്തിലെങ്ങുമേ ഇല്ല. നമ്മളെ ഏറ്റവും വലിയവർ. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രിവിലേജ് നമ്മളത് തിരിച്ചറിയണം.
യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മകനാണ് ഞാൻ. നമ്മൾ ചെറിയ ആൾക്കാരല്ല. അപ്പോൾ നമുക്കിത് മുഴുവനും, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് അന്ന് പരിവർത്തിച്ചിരുന്ന് ഇതുണ്ടായി ഈ ഭൂമിക്കടിയിലോട്ട് ഇനിയും എത്രയോ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, ട്രില്യൺ ബില്യൺ കണക്കിന് സാധനങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. ഇതിൻ്റെ എല്ലാം അവകാശികളാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വീണ്ടും നമ്മുടെ യേശു വീണ്ടും വരും. അതിനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 2050, 3000 ഒന്നും ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം ആ പുതിയ യെരുശലേമിലേക്ക് നമ്മൾ അവിടെ ചെന്ന് ചേരും. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ആ കാഹള ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കാം. മറ്റുള്ള ട്രംപറ്റുകളൊന്നുമല്ല, നമ്മുടെ ആ കാഹള ശബ്ദം കേട്ടിരിക്കാം. നമുക്കങ്ങനെ തന്നെ പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു വചനമായിട്ട് ഞാൻ വീണ്ടും വരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.